ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ആഴ്ചയിലെ പ്രധാന ലെവേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നിഫ്റ്റി ഇവിടെ ഇങ്ങനെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലായിരുന്നു ഈ ഒരു റേഞ്ചിലായിരുന്നു നിഫ്റ്റി ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ക്ലോസിംഗ് കഴിഞ്ഞ ആഴ്ച തന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിലെ അനാലിസിസിൽ നമ്മൾ ഈ ഒരു ക്ലോസിംഗ് തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവല് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയാണ്, അതിനുശേഷം ഒരു ചെറിയൊരു റിജക്ഷൻ തന്നിട്ട് ഈ ഒരു ലെവല് വരെയും വരാനുള്ള സാധ്യതയാണ് എന്നുള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു അനാലിസിസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഒരു ബുള്ളിഷ് മൊമെന്റം തരാനാണ് സാധ്യത കൂടുതൽ എന്നും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയും അതിനുശേഷം ഈ ഒരു ലെവല് വരെ വരാനുള്ള സാധ്യതയുമാണ് വളരെ കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരുന്ന അടുത്ത ആഴ്ച ഈ ഒരു ഗ്യാപ്പ് ഇവിടെ പെൻഡിങ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള സാധ്യതയാണ് ഹൈ ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതിന് ഇപ്പൊ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഈ ഒരു ലെവലാണ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഈ ചെറിയൊരു ടൈറ്റ് റേഞ്ചിലായിരുന്നു കഴിഞ്ഞ 2 ദിവസം നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രിഗറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ജെറോം പവലിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, അതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഒരു ഹോൾഡ് ചെയ്യായിരുന്നു മാർക്കറ്റ്. അതിലൊരു ഹിന്റ് തന്നിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു ഫെഡ് റേറ്റ് കുറക്കാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാർക്കറ്റ് ഒരു നല്ലൊരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് അമേരിക്കൻ മാർക്കറ്റും അതുപോലെ തന്നെ നിഫ്റ്റി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ മൺഡേ ഒരു വളരെ നല്ല ഒരു പോസിറ്റീവ് മൊമെന്റും അതുപോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നിട്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ലോയിൽ നിന്നും ഒരു ബൈങ് മൊമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ഷോർട്ട് കവറിംഗ് വാല്യൂ നേരെ ഒരു അപ് ട്രെൻഡും പ്രതീക്ഷിക്കും. ഈ ട്രെൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തിട്ട് ഒരു പുൾ ബാക്ക് വന്ന് ഇങ്ങനെ ഒരു ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് എപ്പോഴാണ് പ്രതീക്ഷിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തും സംഭവിക്കാം. സോ നമ്മൾ രണ്ട് സൈഡിന്റെയും വ്യൂ വേണം. സോ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് ഒരു ബിയറിഷ് മൊമെന്റ് ആണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ ഇതുവരെ ഈ ലെവൽ വരെ ഒരു സെല്ലിങ് കാണാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ വരെയും നമുക്ക് അതിനുശേഷം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിങ്ങും ഈ ഒരു ലെവൽ വരെയും ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ട് എടുക്കാൻ സാധ്യതയാണ്. പക്ഷേ
ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം മാർക്കറ്റിന്റെ മേജർ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്, സെന്റിമെന്റ് എന്ന് പറയുന്നതും ബുള്ളിഷ് ആണ്. കാരണം ഈ ഒരു റേഞ്ച് ഇവിടെ ബേസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഈ ഫെഡ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റും മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് സാധ്യത. അതിനുശേഷം ഈ ഒരു ലെവല് വരെയും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ആൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുമാണ് മാർക്കറ്റിൽ കാണുന്നത്. സോ നമ്മൾ ആ സമയത്ത് എന്താണ് പ്രൈസ് ആക്ഷൻ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മളുടെ എല്ലാ സൈഡിലെയും വ്യൂ നമുക്ക് വേണം. സോ ഇനി നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ 15 മിനിറ്റ്സിന്റെ ചാർട്ട് എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. അനലൈസ് ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ 15 മിനിറ്റ്സിന്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നിഫ്റ്റിയിലെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണിത്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ നിന്നും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ടാണ് എടുക്കുന്നത്. ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വരാനാണ് സാധ്യത. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ചെറിയൊരു റിജക്ഷന് സാധ്യതയുണ്ട് എന്നുള്ളതും പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവല് വരെയാണ് വരിക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവൽ വന്ന് ചെറിയൊരു റിജക്ഷൻ വന്നു. പിന്നെ ഇത് ബ്രേക്ക് ഔട്ട് ആയിട്ട് പിന്നെ ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട്. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെയും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയും വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ അതിന് നമുക്കൊരു ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇനി നാളെ ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുത്ത് ഈ ഒരു ലെവൽ വരെ നമുക്ക് പിന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടുന്ന് ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് റിജക്ഷൻ വന്ന് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ വരെയും നമുക്ക് ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നതാണ്. ഈ ഒരു ലെവലിൽ ഇവിടെയും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആവുന്ന സമയത്ത്. സോ നമുക്ക് ഈ ഒരു ലെവൽ മുതൽ ഈ ഒരു ലെവൽ വരെയും ആ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നല്ല ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഷോർട്ട് കവറും കാര്യം നല്ല ഒരു അപ് ട്രെൻഡ് നമുക്ക് മുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മളുടെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞു നാളെ ഇതാണ് നമ്മുടെ ആ 2 ദിവസത്തെ ഈ ഒരു ടൈറ്റ് റേഞ്ചിലാണ് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഈ ലെവലൊക്കെ ഓപ്പൺ ചെയ്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോയിൽ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഒരു ലെവൽ വരെ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നമ്മുടെ ഈ ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് 24,959 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനി അടുത്തൊരു എൻട്രി എന്ന് പറയുന്നത് ഇവിടുന്ന് റിജക്ഷൻ വന്ന് പിന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലെവൽ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് 25,071 എന്നുള്ള ലെവൽ വരെയാണ് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ലെവലിന്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതൊരു കഴിഞ്ഞ 2 ദിവസത്തെ ലോ ആണ് ഈ പറയുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എൻട്രി എടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈന് വരെ നമുക്കൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നല്ല ഒരു സപ്പോർട്ടാണത്. ഇവിടുന്ന് ഒരു ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സപ്പോർട്ട് ഇവിടുന്ന് ഈ ഒരു ലെവൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അവസാനം നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. ഓക്കെ,
ഇനി ഈ ഒരു ഇതിന്റെ താഴെ ഇനി മാർക്കറ്റ് ഇതിന്റെ താഴെ വന്ന് ഒരു ലോവർ പ്രൈസ് സെക്ഷൻ ഇതിന്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടാർഗറ്റ് ഇതുവരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബട്ട് ഇങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ് മാർക്കറ്റ് ആണ്. കാരണം ഒരു നമ്മുടെ മേജർ വ്യൂവും സെന്റിമെന്റും എല്ലാം ആ പ്രൈസ് ആക്ഷൻ എല്ലാം പറയുന്ന ഒരു ബുള്ളിഷ് വ്യൂ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലും പിന്നെ ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല ഒരു അപ് ട്രെൻഡിനുമുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ നിഫ്റ്റി 50യുടെ മേജർ അടുത്ത ആഴ്ചകളിലെ മേജർ വ്യൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നത്തെ ഈ ഒരു ലെവലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ എക്സാക്ട്ലി ഈ ഒരു ലെവൽ വന്നിട്ടാണ് റിജക്ട് ചെയ്തത്. പിന്നെ ഈ ഒരു ലെവൽ വന്നിട്ട് ഈ ഒരു ലെവൽ വരെ നമ്മൾ അടുത്ത ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെവൽ എൻട്രി ചെയ്ത ആളുകൾക്ക് ഈ ഒരു ലെവൽ വരെയുള്ള കറക്റ്റായിട്ട് ഈ ഒരു ലെവൽ വരെ വന്ന് റെസ്പെക്ട് ചെയ്ത് വിടുന്ന ഒരു റിജക്ഷൻ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഇതാണ് നമ്മളുടെ അടുത്ത ആഴ്ചയിലെ നിഫ്റ്റി 50യുടെ വ്യൂ എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് നിഫ്റ്റി ബാങ്കിന്റെ ഒരു ഡെയിലി ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു ലെവലിലായിരുന്നു നമുക്ക് പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ബേസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല ഒരു ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു 20 EMAയുടെ മുകളിലായിട്ട് ഈ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു 20 EMAയുടെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് മീൻസ് ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു റിജക്ഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ആക്ച്വലി കഴിഞ്ഞ ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് ഫെഡ് മീറ്റ് നടക്കുന്ന, പിന്നെ അതിന്റെ ഒരു ജെറോം പവൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും എന്നുള്ളതിന്റെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ജെറോം പവലിന്റെ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച. സോ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫെഡ് റേറ്റ് കുറക്കാനുള്ള സാധ്യതയാണ് ഒരു ഹിന്റ് തന്നിട്ടുള്ളത്. അതൊരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കും ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് വളരെ സാധ്യത അടുത്ത തിങ്കളാഴ്ച. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ നല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് നല്ല ഒരു ബുള്ളിഷ് മൊമെന്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നേരെ ഒരു ഷോർട്ട് കവറിംഗ് റാലിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ ഒരു 15 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്യാം. അതിന്റെ മുമ്പ് നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിന്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പക്ഷെ അതിന്റെ സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് ഈ മാർക്കറ്റിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. സോ എന്താണ് അപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ വരെയും അതിനുശേഷം ഈ ഒരു ലെവൽ നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്, അത് ബ്രേക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലെവലിന്റെ താഴെ നല്ലൊരു പാനിക് സെല്ലിംഗ് ആണ്. പക്ഷെ ഇതിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. മാർക്കറ്റിന് പോകേണ്ടത് മുകളിലോട്ടാണ്. പെൻഡിങ് ഈ ഒരു ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ്. ഈ ഒരു ലെവൽ വരെ വരാനാണ്, അടുത്ത 52,500 എന്നുള്ള ലെവൽ വരെ അടുത്ത ആഴ്ചകളിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഡൗൺ സൈഡ് വളരെ ചാൻസ് കുറവാണ്. ഇൻ കേസ് ഇതിന്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ചെറിയൊരു സെല്ലിങ്, അതിനുശേഷം ഇതിന്റെ ഈ ഒരു ലെവലിന്റെ താഴെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയും വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ ഇത് വളരെ ലോ പ്രോബബിലിറ്റിയാണ്. ഇൻ കേസ് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ചാർട്ട് പ്രകാരവും സെന്റിമെന്റ് പ്രകാരവും മുകളിലോട്ട് പോകാനാണ്. സോ
ഇനി നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ ഒരു 15 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് നിഫ്റ്റി ബാങ്കിന്റെ ഒരു 15 മിനിറ്റ്സ് ചാർട്ടാണ്. നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു റിജക്ഷൻ നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു റിജക്ഷൻ ഈ ഒരു ട്രെൻഡ് ലൈനായിട്ട് വരുന്നുണ്ട് ബന്ധപ്പെട്ട്. സോ ഇവിടെയും ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു അല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ലഭിക്കുക. ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് നാളെ ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആണ് നാളെ ലഭിക്കാൻ പോകുന്നത്. സോ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 51,577 എന്നുള്ള ലെവലായിരിക്കും. 51,577. അതിനുശേഷം 851, 853, 51, 852. ഓക്കെ, പിന്നെ നമുക്ക് ഒരു 52,337. അതിനുശേഷം 52,337. സോ നമുക്ക് ഈ ഒരു റേഞ്ച്, ഈ ഒരു ലെവലുകൾ നോട്ട് ചെയ്യേണ്ട ലെവലുകളാണ്. സോ അതിന് നമുക്ക് നല്ല ഒരു ഹൈ പ്രോബബിലിറ്റി അപ് ട്രെൻഡ്. നമ്മളുടെ സെന്റിമെന്റ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് തന്നെയാണ്, ഒരു ബുള്ളിഷ് സെന്റിമെന്റ് ആണുള്ളത്. കാരണം നാളെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ലെവൽ വന്നിട്ട് ഓരോ സമയവും റിജക്ഷൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്കൊരു ഹയർ ഹൈ ഫോർമേഷൻ ആണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഒരു ഇപ്പോഴത്തെ കറന്റ് സെന്റിമെന്റ് അനുസരിച്ച് ഈ ഒരു റേഞ്ച് നാളെ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് നല്ല ഒരു ബുള്ളിഷ് മൊമെന്റം തരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ അടുത്ത ആഴ്ച നമ്മളുടെ ഒരു മെയിൻ ബുള്ളിഷ് വ്യൂ ആണ്. ഒരു ബുള്ളിഷ് നല്ല ഒരു അപ് ട്രെൻഡ് തരാനാണ് സാധ്യത. സോ ഇനി നമ്മളുടെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഏകദേശം ഈ ഒരു 50,500 ലെവൽ വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഈ ഒരു ലെവൽ വരെയും വരാനുള്ള സാധ്യത കൂടി. 50,500 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 50,280, 50,300 ഇവിടെ ഈ റേഞ്ചിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഒരു നല്ല സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ ഒരു 50,500 ലെവൽ വരെയും പിന്നെ 50,300 ലെവൽ വരെയുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മൊമെന്റം താഴോട്ട് കാണുന്നതാണ്. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മേജർ സെന്റിമെന്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. സോ ഈ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് നമുക്ക് ഒരു നല്ല ഒരു മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ഒരു ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ ബുള്ളിഷ് സൈഡാണ്, ഒരു അപ്പ് സൈഡിലേക്കാണ് നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ട്രെൻഡ് ലൈനും ഹൈയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവൽ വരെയും അതിനുശേഷം ഈ ഒരു ലെവൽ വരെയും പിന്നെ ഈ ഒരു 52,337 എന്നുള്ള ഈ ഒരു ലെവൽ വരെയും വരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ചകളിലേക്കുള്ള. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ അനാലിസിസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ആ ലെവല് വളരെ കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി അനാലിസിസ് എടുത്തിട്ട്. ഇതാണ് നമ്മുടെ അടുത്ത ആഴ്ചയിലെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.